ഇതാണ് കിങ് ക്രാബ്. ഇത് എവിടുന്ന് കിട്ടി എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പൊതുവെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നമ്മുടെ പ്രധാന പ്രശ്നം എവിടെ പോകുന്നുള്ള. ഇത്തവണ കറാമ സെന്റർ ലക്ഷ്യമാക്കി തന്നെ നമ്മൾ യാത്ര തിരിച്ചു. അവിടെ ചെന്നപ്പോൾ കണ്ടതാണ്, ചില ആൾക്കാർ ഇങ്ങനെ ഓരോ ടൈപ്പിൽ പറയുന്നുണ്ടല്ലോ. എനിക്ക് എൻ്റെതായ സ്റ്റൈലാണ്, ഞാൻ എൻ്റെ സ്റ്റൈലിൽ തന്നെ പറയാം, അതായിരിക്കും നല്ലത്. നമ്മൾ അതിനുശേഷം കറാമ സെന്ററിൽ നിന്ന് പിന്നെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം കഴിക്കാൻ പോയത് നേരെ ദേ ഫിഷിലേക്കാണ് പോയത്. അവിടെ ഈ സംഭവം ഫ്രീ ആണ്. അങ്ങനെ അത് ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഒന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി തരുമോന്ന് ചോദിച്ചു. അപ്പൊ അവർ പിന്നെയും തന്നു. ഇവൻ അത് ഒരുപാട് കുടിക്കാൻ കൊടുത്തില്ല, അവൻ ചെറിയ തണുപ്പുണ്ട്. റാസൽ കൈമയിലേക്ക് പോകാനായിരുന്നു നമ്മളെ പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മളത് മാറ്റി വെച്ചു, അത് നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞു. ഈ നമ്മൾ പ്രോൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, തവ ഫ്രൈ. അതിനോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ആഗോലി ഫ്രൈയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഇതാ മടക്കി എടുക്കുന്ന പൊറോട്ട, പിന്നെ കള്ളപ്പം എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഗംഭീരായിരുന്നു. മീനിനെ ഇങ്ങനെയും തിന്നാം, ഒരു വേസ്റ്റ് പോലും ബാക്കി വെക്കാണ്ട് അതിന്റെ മുള്ളു മാത്രം ബാക്കി വെച്ചുകൊണ്ട് കഴിച്ചു. ഇവളാണ് ഏറ്റവും കൂടുതൽ കഴിച്ചത്. എന്നിട്ട് അവള് പറയുന്നത് ഞാനല്ലാന്ന്, ഞാനാ കഴിച്ചതെന്ന് എൻ്റെ പ്ലേറ്റ് കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ തെറ്റല്ലേ? ശരിക്കും അവരാണ് എല്ലാവരും കഴിച്ചത്, ഞാൻ അത്രയൊന്നും കഴിച്ചില്ല, എനിക്ക് അത്രേ കിട്ടിയുള്ളൂ. പിന്നെ മീനിന്റെ മുള്ളു പോലെ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിന് ശേഷം നോക്കിയപ്പോൾ 12:15 ആയിട്ടുള്ളൂ. 12:15 പോയാൽ സാലിക്ക് അടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു 1 മണിക്ക് ശേഷമാണ് സാലിക്ക് വേണ്ട എന്ന് വിചാരിച്ച് നേരെ ദുബായിലുള്ള വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിലേക്ക് പോയി. അവിടെ പോയപ്പോൾ അവിടെ ഇങ്ങനെ അക്വേറിയത്തിലൊക്കെ ഒരുപാട് മീനുകളൊക്കെ കിടക്കുന്നുണ്ട്, ഞണ്ടുകളൊക്കെ കിടക്കുന്നുണ്ട് ജീവനോടെ ഉള്ളത്. കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ പോവാം. ഒരു 10, 15, 20 ദറംസിന്റെ മീനൊക്കെ മേടിച്ച് പോകാന്നാ വിചാരിച്ചത്. 4 ദറംസിന്റെ സാലിക്ക് കൊടുക്കുന്നതിന് പകരം ഞാൻ 65 ദറംസിന്റെ മീനും മേടിച്ചാണ് അവിടുന്ന് ഇറങ്ങിയത്. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അണ്ണൻ അവിടെ നിന്നിട്ട് കിങ് ക്രാബിനെ പുറത്തെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി ഒരു പ്രശ്നവും കൂടാതെ എൻ്റെ കയ്യിലോട്ട് അത് തരാൻ തയ്യാറായി. ജീവനോടെയുള്ള ഞണ്ട്. അയ്യോ, ഇത് കടിക്കുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അയാൾ പിടിക്കേണ്ട സ്ഥലമൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തന്നുകൊണ്ട് ഞാൻ അങ്ങനെ കയ്യിലെടുത്തു. നീ ഏത് തന്നെയാടാ? എന്താണ് തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം വേണ്ടട്ടോ. അയാളിൽ കത്തിയുണ്ട്, കുത്തും. തറയിൽ വെച്ചപ്പോൾ തറയുന്നു ഇതുപോലെ ഇതിങ്ങനെ നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനെ തിരിച്ച് വീണ്ടും ആ ഫിഷ് ടാങ്കിലേക്ക് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ അതിനോടും യാത്ര പറഞ്ഞിട്ടാണ് തിരിച്ച് സാലിക്കില്ലാതെ റൂമിലേക്ക് തിരിച്ചു പോയത്. ഇനി അടുത്ത യാത്ര അടുത്ത ദിവസം.